ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാൻ കഴിക്കാൻ തുടങ്ങിയ എന്റെ ഭക്ഷണത്തിൽ നിന്ന് കിട്ടിയ മുടിയായത്. അടുക്കള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്ന ചന്ദ്രലേക്ക് എന്താണ് പറയാനുള്ളത്? ഹലോ ഐശ്വര്യ, താനിത് എവിടെയാ? എപ്പോഴാ ഞാൻ വെയിറ്റ് ചെയ്യുന്നു. സർ, ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി. അമ്മയ്ക്ക് ഒരു ഡെന്റൽ അപ്പോയിന്റ്മെന്റ് ഉള്ള ദിവസമായിരുന്നു. അത് ഇപ്പഴാ ഓർത്തെ. ഇപ്പൊ തന്നെ നല്ല ലേറ്റായി. ഐ എം റിയലി സോറി സർ. അമ്മയുടെ കാര്യമായോണ്ടാ ഞാൻ പറയാതെ ഇറങ്ങിയത്. സാറിനോട് ഒന്ന് പറയാൻ പോലും കഴിഞ്ഞില്ല. ഇറ്റ്സ് ഓക്കെ ഐശ്വര്യ, അമ്മയുടെ കാര്യമല്ലേ. താൻ വേഗേ അമ്മയുടെ അടുത്തേക്ക് ചെല്ല. താങ്ക് യു സർ. ഐശ്വര്യക്ക് ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടെന്ന്. വേറൊരു സമയത്ത് നരേന്ദ്രേട്ടനെ ഞാൻ പരിചയപ്പെടുത്താം. ആയിക്കോട്ടെ. എടോ, വേദനയുണ്ടോ? ഇല്ല, നല്ല സുഖമുണ്ട്. അതുപോലെ ഒന്ന് തരട്ടെ ഞാൻ, അപ്പൊ അറിയാം വേദന ഉണ്ടോന്ന്. എങ്കിലും ആ പെണ്ണുമ്പിള്ള എന്തിനടിയാ അടിച്ചത്? അല്ല, ശരിക്കും എന്തിനാ അടിച്ചത്? ചന്ദ്രാമ്മ ചോറ് വാരി തന്നത് ഇഷ്ടായി കാണില്ല എന്നും പറഞ്ഞ് ഇമ്മാതിരി അടി അടിക്കാവോ? ഞാൻ കരുതി തന്റെ അണപ്പല്ല് പോയി കാണൂന്ന്. തനിക്കല്ലേലും അത് വേണം. താനല്ലേ അമ്മ ഗുമ്മ എന്നൊക്കെ പറഞ്ഞ് അവരുടെ പറയെ നടക്കുന്നേ. തന്റെ ചില നേരത്തെ സംസാരത്തിനും പ്രവർത്തിക്കും ഇതുപോലൊരെണ്ണം തരണമെന്ന് ഞാൻ പലതവണ ചിന്തിച്ചതാ. ഒന്നാമത് എനിക്ക് നല്ല വേദനയുണ്ട്, അതിനിടയിലും ഇമ്മാതിരി വർത്താനം പറഞ്ഞാലുണ്ടല്ലോ. ഷെടാ, അതുള്ള തന്നെ തന്റെ വളർത്തം അടിച്ചതിന് ഞാൻ എന്ത് ചെയ്തു? ഇവിടുത്തെ CCTV ക്യാമറയൊക്കെ വർക്കിംഗ് ആണോ? ആണെങ്കിൽ തന്നെ അവര് തല്ലുന്ന വീഡിയോ തന്റെ ഫോണിലേക്ക് എടുത്തിട്ടോ. അത് താൻ ഇടയ്ക്കിടയ്ക്ക് കാണുന്നത് നല്ലതായിരിക്കും. കുറച്ച് അഹങ്കാരം കുറയും. താനൊന്ന് പോയേ, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാതെ. പിന്നെ ദേഷ്യം? അവരടിച്ചപ്പോ മിണ്ടാ നിന്ന് കൊണ്ടിട്ട് ഇപ്പൊ അത് പറയുന്നവരോടാണോ ദേഷ്യം? താനായതുകൊണ്ട് അവർക്ക് കൊള്ളാം. തന്റെ സ്ഥാനത്ത് ഞാനെങ്ങാനും ആയിരിക്കണമായിരുന്നു. ചിന്നു, ചിന്നു, അതാ വരുന്നു. ചേട്ടാ, ഇച്ചിരി ഗ്രേവി തന്നെ. അതെ, എപ്പോഴും ഇങ്ങനെ ഇവിടുന്ന് ഗ്രേവി ഒന്നും തരാൻ പറ്റില്ല. എന്തെങ്കിലും കറി വാങ്ങി കഴിച്ചുകൂടെ കൂട്ടി? എങ്കിലേ ഒരു ബീഫ് കറി ഇങ്ങതാ. പക്ഷെ പൈസ ഞാൻ നാളെ തരാം. കടമൊന്നും തരാൻ പറ്റൂല. അപ്പൊ പിന്നെ ഓവർ ഡയലോഗ് അടിക്കാതെ കുറച്ച് ഗ്രേവി ഇങ്ങതാ. പോ ചെല്ലു. ഹലോ ഐശ്വര്യ, താനിത് എവിടെയാ?
സർ ഞാൻ അമ്മയെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടേ തിരിച്ച് വീട്ടിലോട്ട് പൊക്കോണ്ടിരിക്കുക. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല സർ. അമ്മ എടുത്തുണ്ടോ? ഒന്ന് ഫോൺ കൊടുക്കൂ. സോറി സർ, അമ്മയ്ക്ക് ഇപ്പൊ സംസാരിക്കാൻ പറ്റില്ല. ഡോക്ടർ റെസ്റ്റ് പറഞ്ഞിരിക്കുക. ഓക്കെ. അമ്മയെ വീട്ടു വിട്ടാ താൻ പിന്നെ ഫ്രീ ആണോ? എന്താ സാർ കാര്യം? ഏയ് മറ്റൊന്നുമല്ല, താൻ ഫ്രീ ആണെങ്കിൽ ഒരുമിച്ചൊരു ഡിന്നർ കഴിക്കാന്ന് കരുതി. പക്ഷെ സാറിന് ഓഫീസിൽ ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നല്ലോ. പുള്ളി പോയി. ഐശ്വര്യ കഴിച്ചില്ലല്ലോ അല്ലേ? ഇല്ല, കഴിച്ചില്ല സാർ. അപ്പോ അന്ന് പറഞ്ഞ ഡിന്നർ ഇന്നാവാം. എന്താ? ഓക്കെ സാർ, വന്നോളാം. ഞാനേ അമ്മയൊന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് വരാം. ഓക്കെ ശരിയാ, ബൈ. ബൈ. ഞാൻ കഴിക്കാൻ തുടങ്ങിയ എന്റെ ഭക്ഷണത്തിൽ നിന്ന് കിട്ടിയ മുടിയായത്. അടുക്കള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്ന ചന്ദ്രലേക്ക് എന്താണ് പറയാനുള്ളത്? അങ്ങനെ വരാൻ ഒരു വഴിയില്ല മാഡം. എന്ന് പറഞ്ഞ അപ്പൊ ഞാൻ കള്ളം പറയുന്നതാണോ? അയ്യോ, അങ്ങനെയല്ല. ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അതെ, ഇതുവരെ ഇങ്ങനെ ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ. അതും ചന്ദ്രലേക്ക് അടുക്കളയില് ഈ അസിസ്റ്റൻസ് ഒക്കെ വന്നു കഴിഞ്ഞതിന് ശേഷമാണ്. ഇനിയും ഇതുപോലെ ഉണ്ടാവാൻ തന്നെ സാധ്യതയുണ്ട്. ഇതൊക്കെ വലിയ പ്രശ്നമാക്കണോ രമേ? ഇതൊന്നും ആരും മനഃപൂർവ്വം ചെയ്യുന്നതല്ല. മനഃപൂർവ്വം ആണെങ്കിലും അല്ലെങ്കിലും എനിക്കിത് ക്ഷമിക്കാൻ പറ്റുന്ന കാര്യമേ അല്ല. ഞാനിത് ക്ഷമിക്കുകയില്ല. പിന്നെ നീ എന്താ ചെയ്യാൻ പോണേ? നീ ഇങ്ങോട്ടൊന്ന് നീങ്ങി നിന്നേ. ഇനി നിന്റെ മുടിയെടുത്ത് ഫ്രണ്ടിലോട്ട് കാണിക്കേ.